നമ്മുടെ ജീവിതത്തിൽ എന്നെങ്കിലും സങ്കടം സഹിക്കവയ്യാതെ ആരും കാണാത്ത ഒരിടത്ത് നാം പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാകും. ആ നിമിഷം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം, ഞാൻ അത്ര ദുർബലനാണ് എന്ന്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. വാക്കുകൾക്ക് തോറ്റുകൊടുക്കേണ്ടി വരുന്നിടത്ത് ആത്മാവ് സംസാരിക്കുന്ന ഭാഷയാണ് കണ്ണുനീർ എന്ന് വിക്ടർ ഹ്യൂഗോ പറഞ്ഞിട്ടുണ്ട്. കണ്ണുനീർ എന്നത് നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലുള്ള വികാരങ്ങളുടെ പ്രതിഫലനമാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണുനീരിൻ്റെ ആരും പറയാത്ത 15 ഗംഭീരമായ വശങ്ങളെക്കുറിച്ചാണ്. ഓരോ പോയിന്റും നിങ്ങളുടെ ജീവിതത്തെയും കാഴ്ചപ്പാടിനെയും മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. ഒന്നാമതായി, വൈകാരിക ശുദ്ധീകരണം. മനുഷ്യ മനസ്സൊരു പാത്രം പോലെയാണ്. അതിൽ സങ്കടങ്ങളും ദേഷ്യവും നിരാശയും അടിഞ്ഞുകൂടുമ്പോൾ അത് വൃത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. കരച്ചിൽ എന്നത് മനസ്സിനെ കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രകൃതിദത്തമായ ശുദ്ധീകരണ പ്രക്രിയയാണ്. ഇതിനെ മനഃശാസ്ത്രത്തിൽ കത്താർസിസ് എന്ന് വിളിക്കുന്നു. ലോകത്തെ ചിരിപ്പിച്ച ചാർലി ചാപ്ലിന്റെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. കടുത്ത ദാരിദ്ര്യവും ഏകാന്തതയും അനുഭവിച്ച അദ്ദേഹം തൻ്റെ സങ്കടങ്ങൾ കണ്ണുനീരിലൂടെ ഒഴുക്കിക്കളയാൻ മടിച്ചിരുന്നില്ല. അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണുന്നില്ലല്ലോ എന്ന്. ആ കണ്ണുനീരാണ് അദ്ദേഹത്തിന് സർഗാത്മകമായി ചിന്തിക്കാനും ലോകത്തെ ചിരിപ്പിക്കാനുമുള്ള ഊർജം നൽകിയത്. സങ്കടം ഉള്ളിലൊതുക്കുന്നവർ ഒരു അഗ്നിപർവ്വതം പോലെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. എന്നാൽ കരയുന്നവർ ഓരോ ദിവസവും സ്വയം നവീകരിക്കപ്പെടുകയാണ്. രണ്ടാമതായി നാം മനസ്സിലാക്കേണ്ടത്, കരയുമ്പോൾ സ്ട്രെസ് ഹോർമോണുകളെ പുറന്തള്ളുന്ന ജൈവിക പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സങ്കടപ്പെടുമ്പോഴോ കടുത്ത സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴോ ശരീരത്തിൽ കോർട്ടിസോൾ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോണുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് ദീർഘകാലം ശരീരത്തിൽ തങ്ങി നിന്നാൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കും ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകും. എന്നാൽ വൈകാരികമായി കരയുമ്പോൾ ഈ ഹോർമോണുകൾ കണ്ണുനീരിനൊപ്പം ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നുവെന്ന് ബയോകെമിസ്റ്റായ ഡോക്ടർ വില്യം ഫ്രൈ തെളിയിച്ചിട്ടുണ്ട്. ഉള്ളി മുറിക്കുമ്പോൾ വരുന്ന കണ്ണുനീരിൽ ഇല്ലാത്ത പല വിഷാംശങ്ങളും സങ്കടം വരുമ്പോൾ വരുന്ന കണ്ണുനീരിൽ അടങ്ങിയിട്ടുണ്ട്. അതായത് ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളുടെ ശരീരത്തെ സ്ട്രെസ് മുക്തമാക്കുന്ന ഒരു ഡിറ്റോക്സിഫിക്കേഷൻ പ്രക്രിയയാണ്. കരഞ്ഞു കഴിഞ്ഞ് നമുക്ക് തോന്നുന്ന ആ ഒരു ആശ്വാസം വെറും തോന്നലല്ല, അത് ശരീരത്തിൽ നടക്കുന്ന ഒരു കെമിക്കൽ മാറ്റമാണ്. മൂന്നാമതായി, സഹാനുഭൂതിയും നേതൃത്വപാഠവും വളർത്തുന്ന ഘടകമാണ്. സ്വന്തം വേദനകളെ അംഗീകരിക്കാനും അത് പ്രകടിപ്പിക്കാനും കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത്തരം ഒരു വൈകാരിക സത്യസന്ധതയാണ് ഒരാളെ മികച്ച നേതാവാക്കി മാറ്റുന്നത്. ഇതിന് ചരിത്രപരമായ ഉദാഹരണമാണ് അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. അദ്ദേഹം കടുത്ത പ്രതിസന്ധികളിൽ വികാരാധീനനായി പരസ്യമായി കരയുമായിരുന്നു. യുദ്ധത്തിന്റെ കെടുതികൾ കണ്ട് വേദനിക്കുന്ന ഹൃദയമാണ് അദ്ദേഹത്തെ അടിമത്തം നിരോധിക്കാനുള്ള ധീരമായ കരുത്ത് നൽകിയത്. തൻ്റെ വേദനകളെ ഉള്ളിലൊതുക്കാതെ പ്രകടിപ്പിച്ച ആ മനുഷ്യത്വമാണ് അദ്ദേഹത്തെ ലോകം കണ്ട ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളാക്കി മാറ്റിയത്. മറ്റൊരാളുടെ വേദനയിൽ പങ്കുചേരാൻ കഴിയുന്നതും സ്വന്തം വേദനയിൽ കരയാൻ കഴിയുന്നതും ഒരു വലിയ യോഗ്യതയാണ്. നാലാമതായി, മനസ്സിന്റെ സുരക്ഷാ കവചം അഥവാ സേഫ്റ്റി വാൽവ്. അമിതമായ മാനസിക സമ്മർദ്ദം മൂലം മനസ്സ് തകരാതിരിക്കാൻ ശരീരം കണ്ടെത്തുന്ന ഒരു സുരക്ഷാ മാർഗമാണ് കരച്ചിൽ. ഒരു പ്രഷർ കുക്കറിലെ മർദ്ദം കൂടുമ്പോൾ അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വിസിലടിക്കുന്നത് പോലെയാണ് മനുഷ്യരിലെ കരച്ചിൽ. സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി വെക്കുന്നവരെക്കാൾ അത് തുറന്നു പ്രകടിപ്പിക്കുന്നവർക്ക് മാനസികാരോഗ്യം കൂടുതലായിരിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു. പലപ്പോഴും ആളുകൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരുടെ സങ്കടങ്ങൾ പുറത്തുവിടാൻ ഒരു വഴിയില്ലാത്തപ്പോഴാണ്. കണ്ണുനീർ ആ സമ്മർദ്ദത്തെ ലഘൂകരിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ ഒരു പാത ഒരുക്കുകയും ചെയ്യുന്നു. ഇത് മനസ്സിനെ റീസെറ്റ് ചെയ്യാനുള്ള പ്രകൃതിയുടെ അത്ഭുതകരമായ വിദ്യയാണ്. അഞ്ചാമതായി നമുക്ക് വേണ്ടത്, കരച്ചിൽ ലിംഗഭേദമില്ലാത്ത വികാരമാണ് എന്നുള്ള തിരിച്ചറിവാണ്. നമ്മുടെ സമൂഹം വർഷങ്ങളായി പഠിപ്പിച്ചു വെച്ച ഒരു വലിയ അബദ്ധമാണ്
ആണുങ്ങൾ കരയരുത് എന്നത്. പുരുഷത്വം എന്നത് വികാരങ്ങളില്ലാത്ത അവസ്ഥയല്ല. ഭാരതീയ ചിന്തകനായ ചാണക്യൻ പഠിപ്പിക്കുന്നത് സ്വന്തം വികാരങ്ങളെ ഭയപ്പെടാത്തവനാണ് യഥാർത്ഥ ജ്ഞാനി എന്നാണ്. വികാരങ്ങൾ അടിച്ചമർത്തുന്നത് പുരുഷന്മാരിൽ കടുത്ത ഡിപ്രഷനും ദേഷ്യവും വർദ്ധിപ്പിക്കുമെന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നു. കരയുന്ന പുരുഷൻ ദുർബലനല്ല, മറിച്ച് തൻ്റെ വികാരങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യമുള്ളവനാണ്. ഒരു പുരുഷൻ കരയുമ്പോൾ അയാൾ തൻ്റെ ആത്മബലം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലിംഗവിവേചനം മാറേണ്ടത് സമൂഹത്തിൻ്റെ മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ആറാമതായി ആന്തരിക ശാന്തിയും രക്തസമ്മർദ്ദ നിയന്ത്രണവുമാണ്. ശാരീരിക ആരോഗ്യത്തിൽ കണ്ണുനീർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കരച്ചിൽ ശരീരത്തിലെ പാരാസിമ്പതറ്റിക് നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ഹൃദയമിടിപ്പ് ക്രമീകരിക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. കടുത്ത ദേഷ്യമോ സങ്കടമോ വരുമ്പോൾ സങ്കടം ഉള്ളിലൊതുക്കി വയ്ക്കുന്നത് ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കും. എന്നാൽ ആ ഒരു നിമിഷം കരഞ്ഞു തീർക്കുന്നത് ഹൃദയത്തിന് ആശ്വാസം നൽകും. ഇത് ശരീരത്തിന് ശാന്തിയും വിശ്രാന്തിയും നൽകുന്ന ഒരു പ്രകൃതിദത്ത മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ രക്താതിമർദ്ദം പോലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഒരു ഔഷധം പോലെ പ്രവർത്തിക്കും. ഏഴാമതായി സർഗാത്മകതയുടെ പുതിയ ഉണർവ് ലഭിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലെ കരിനിഴലുകൾ നീങ്ങിയാലേ ബുദ്ധിക്ക് തെളിച്ചമുണ്ടാകൂ. മഹാനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ തൻ്റെ സങ്കീർണമായ ഗവേഷണങ്ങൾക്കിടയിൽ മനസ്സുമടുക്കുമ്പോൾ സംഗീതത്തിൽ അഭയം തേടുകയും പലപ്പോഴും വികാരാധീനനായി കരയുകയും ചെയ്യുമായിരുന്നു. ഇത്തരത്തിലുള്ള വൈകാരിക മോചനം തലച്ചോറിലെ ചിന്തകളെ കൂടുതൽ വ്യക്തമാക്കാനും പുതിയ ആശയങ്ങൾ ജനിക്കാനും സഹായിക്കുന്നു. കരഞ്ഞു കഴിയുമ്പോൾ മനസ്സ് വളരെ ശുദ്ധമായി തീരുന്നു. അവിടെ പുതിയ ചിന്തകൾക്ക് വേരോടാൻ എളുപ്പമാണ്. ലോകത്തിലെ മികച്ച കൃതികളും കവികളും പിറന്നത് കണ്ണുനീരിന്റെ നനവുള്ള നിമിഷങ്ങളിലാണെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എട്ടാമതായി നാം കരയുമ്പോൾ പ്രകൃതിദത്തമായ വേദനാ സംഹാരികളുടെ ഉൽപാദനം നമ്മിൽ നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ കരയുമ്പോൾ തലച്ചോറിൽ എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ എന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇവയെ ശരീരത്തിലെ പ്രകൃതിദത്ത വേദനാ സംഹാരികൾ എന്നാണ് വിളിക്കുന്നത്. ഇവ മനസ്സിനുണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്നു. മാത്രമല്ല ശരീരത്തിനുണ്ടാകുന്ന വേദനകൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കുട്ടികൾ വീഴുമ്പോൾ കരയുന്നത്. ആ കരച്ചിലിലൂടെ അവരുടെ വേദന കുറയുന്നു. മുതിർന്നവരിലും ഈ പ്രക്രിയ ഒട്ടും മാറ്റമില്ലാതെ നടക്കുന്നു. വൈകാരികമായ വേദന കുറയ്ക്കാൻ ഇതിലും വലിയൊരു മരുന്ന് ശാസ്ത്രത്തിന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഒൻപതാമതായി വിശ്വാസവും ആത്മബന്ധവും ദൃഢമാകുന്നു. മറ്റൊരാളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇത് പങ്കാളികൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലുമുള്ള ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാൻ സഹായിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ദുർബലമായ വശം ഒരാൾക്ക് കാട്ടിക്കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളോട് കൂടുതൽ അനുഭാവം തോന്നുന്നു. സത്യസന്ധമായ വികാരപ്രകടനം ബന്ധങ്ങളിലെ സുതാര്യത വർദ്ധിപ്പിക്കുകയും സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്നു. അടഞ്ഞ മനസ്സുമായി ഇരിക്കുന്നവരെക്കാൾ തുറന്ന് സംസാരിക്കുകയും കരയുകയും ചെയ്യുന്നവർക്ക് മികച്ച സാമൂഹിക ബന്ധങ്ങൾ ഉണ്ടാകുന്നു. പത്താമതായി സ്വയം തിരിച്ചറിവ് അഥവാ സെൽഫ് അവയർനെസ്. കരച്ചിൽ നമ്മെ നമ്മളിലേക്ക് തന്നെ തിരിച്ചുവിടുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കരയുന്നത് എന്ന് ചിന്തിക്കുന്നത് വഴി ഒരാൾക്ക് സ്വന്തം പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ ഭയങ്ങളെയും ആഗ്രഹങ്ങളെയും തിരിച്ചറിയാൻ കണ്ണുനീർ ഒരു കണ്ണാടിയായി പ്രവർത്തിക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് മാറ്റം വേണ്ടതെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. പലപ്പോഴും കരഞ്ഞു തീർക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. ഈ സ്വയം തിരിച്ചറിവ് വ്യക്തിത്വ വികസനത്തിന് വളരെ പ്രധാനമാണ്. 11ാമതായി കരഞ്ഞു കഴിയുമ്പോൾ മികച്ച ഉറക്കവും മാനസിക വിശ്രമവും ലഭിക്കുന്നു എന്നുള്ളതാണ്. കരഞ്ഞു തീർക്കുമ്പോൾ ശരീരം വലിയൊരു ഊർജം ചെലവാക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാലുടൻ ശരീരം സ്വാഭാവികമായി ഒരു വിശ്രമ അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് ആഴത്തിലുള്ള ഉറക്കം ലഭിക്കാനും അടുത്ത ദിവസം ഉന്മേഷത്തോടെ തുടങ്ങാനും സഹായിക്കുന്നു. ഉറക്കമില്ലായ്മ അനുഭവിക്കുന്ന പലർക്കും അവരുടെ സങ്കടങ്ങൾ തുറന്നു പറയാനോ കരഞ്ഞു തീർക്കാനോ സാധിക്കാത്തതാണ് കാരണം. മനസ്സിനെ റീസെറ്റ് ചെയ്യാനും തലച്ചോറിന് വിശ്രമം നൽകാനും കരച്ചിൽ സഹായിക്കുന്നു.
ഇതൊരു ഉറക്ക ഗുളികയേക്കാൾ ഫലപ്രദമായി പ്രവർത്തിക്കും. 12-ാമതായി, ഒരു വ്യക്തിക്ക് കരച്ചിലിലൂടെ കുട്ടിക്കാലത്ത് നിഷ്കളങ്കത വീണ്ടെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ വികാരങ്ങൾ ഒട്ടും മറച്ചു വയ്ക്കാതെ പ്രകടിപ്പിക്കുന്നു. അവർക്ക് സങ്കടം വന്നാൽ അവർ അപ്പോൾ തന്നെ കരയും. നിമിഷങ്ങൾക്കുള്ളിൽ അവർ അത് മറന്നു ചിരിക്കുകയും ചെയ്യും. മുതിർന്നവർ വികാരങ്ങൾ ഉള്ളിലൊതുക്കി വയ്ക്കുന്നത് കൊണ്ടാണ് സ്ട്രെസ് അനുഭവിക്കുന്നത്. കരച്ചിലിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണ്. ഇത് മനസ്സിനെ കൂടുതൽ ലളിതമാക്കുകയും സങ്കീർണതകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. ജീവിതത്തെ ലളിതമായി കാണാൻ ഈ വൈകാരിക മോചനം നമ്മെ സഹായിക്കുന്നു. 13-ാമതായി, ഒരു വ്യക്തി കരയുമ്പോൾ ആ വ്യക്തിയുടെ അഹങ്കാരം ശമിക്കുകയും വിനയമുളവാവുകയും ചെയ്യുന്നു. മനുഷ്യൻ തന്റെ നിസ്സഹായ അവസ്ഥ തിരിച്ചറിയുന്ന നിമിഷമാണ് കരയുന്നത്. താൻ സർവശക്തനല്ല എന്നും തനിക്കും വേദനകൾ ഉണ്ടാകുമെന്നും തിരിച്ചറിയുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ വിനയമുള്ളവനാക്കുന്നു. പല പുരാതന സംസ്കാരങ്ങളിലും കണ്ണുനീരിനെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന പുണ്യജലമായി കരുതിപ്പോന്നിരുന്നു. അഹങ്കാരം ഒലിച്ചു പോകുന്ന നിമിഷം ഒരു പുതിയ മനുഷ്യൻ അവിടെ ജനിക്കുന്നു. ഇത് ആത്മീയമായ ഒരു ഉണർവ് കൂടിയാണ്. മറ്റുള്ളവരോടുള്ള ക്രൂരത കുറയ്ക്കാനും സ്നേഹം വർദ്ധിപ്പിക്കാനും ഈ വികാരം സഹായിക്കുന്നു. 14-ാമതായി, കാഴ്ചപ്പാടുകളിലെ വ്യക്തതയും തീരുമാനങ്ങളുമാണ്. കടുത്ത സങ്കടങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ കാഴ്ച മങ്ങുന്നതുപോലെ ചിന്തകളും മങ്ങുന്നു. എന്നാൽ കരഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ശാന്തമാവുകയും പ്രശ്നങ്ങളെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. കടുത്ത വൈകാരിക സമ്മർദ്ദത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും തെറ്റാകാനാണ് സാധ്യത. കരഞ്ഞു തീർത്ത ശേഷം ശാന്തമായ മനസ്സോടെ എടുക്കുന്ന തീരുമാനങ്ങൾ കൂടുതൽ കൃത്യമായിരിക്കും. കണ്ണുനീർ നിങ്ങളുടെ കണ്ണുകളെ മാത്രമല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിനെയും ശുദ്ധീകരിക്കുന്നു. 15-ാമതായി, കണ്ണുനീർ അതിജീവനത്തിന്റെ അടയാളമാണ് എന്നുള്ളതാണ്. ഒരാൾ കരയുന്നു എന്നതിനർത്ഥം അയാൾ ജീവിതത്തോട് പൊരുതുന്നു എന്നാണ്. അത് തോൽവിയല്ല, മറിച്ച് അടുത്ത വിജയത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ കരയുന്നത് അത് ജീവിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അതുപോലെ ജീവിതത്തിലെ ഓരോ തളർച്ചയിലും നിങ്ങൾ കരയുന്നത് നിങ്ങൾ അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ്. കാർമേഘം പെയ്തൊഴിഞ്ഞാലേ ആകാശം തെളിയുകയുള്ളൂ എന്നത് പ്രകൃതി നിയമമാണ്. നിങ്ങളുടെ കണ്ണുനീർ ഒഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും പ്രകാശപൂർണമാകും. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരിനെ ഭയപ്പെടരുത്. അത് നിങ്ങളുടെ അന്തസ്സോ കരുത്തോ കുറയ്ക്കുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്കായി നിങ്ങളെ മാനസികമായി തയ്യാറാക്കുകയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീരിനെ ഭയപ്പെടരുത്. അത് നിങ്ങളുടെ അന്തസ്സോ കരുത്തോ കുറയ്ക്കുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ പോരാട്ടങ്ങൾക്കായി നിങ്ങളെ മാനസികമായി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും കരയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, നിങ്ങളുടെ ഉള്ളിലെ മനുഷ്യത്വം മരിച്ചിട്ടില്ല. നിങ്ങളുടെ സങ്കടങ്ങളെ ഉള്ളിലൊതുക്കി സ്വയം ശിക്ഷിക്കാതെ അവയെ തുറന്നുവിടുക. വില്ലേജ് ലൈറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഏവർക്കും പ്രയോജനപ്രദമായി തീർന്നുവെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാ സ്നേഹിതർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.